ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. സംസ്ഥാന ആരോഗ്യ വകുപ്പ് പൊതുജന പങ്കാളിത്തത്തോടെ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി നടപ്പിലാക്കുന്ന ആരോഗ്യം ആനന്ദം ബ്ലോക്ക് തല ജനകീയ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം നവകേരളം കർമ്മ പദ്ധതി 2 ആർദ്ര മിഷന്റെ ഭാഗമായി ശൈലി ആപ്പ് വഴി ആരോഗ്യവകുപ്പ് നടത്തിയ സ്ക്രീനിംഗിന്റെ ആദ്യഘട്ടത്തിൽ ഏകദേശം 9 ലക്ഷത്തോളം പേർക്ക് ക്യാൻസർ രോഗസാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഈ 9 ലക്ഷം പേരിൽ 1.5 ലക്ഷം ആളുകൾ മാത്രമാണ് തുടർ ചികിത്സയ്ക്ക് സന്നദ്ധമായിരിക്കുന്നത്. അതായത് സ്ക്രീനിംഗിൽ പങ്കെടുത്ത 7.5 ലക്ഷം പേരും തുടർ ചികിത്സയ്ക്ക് സന്നദ്ധമാകുന്നില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. നിരവധി കാരണങ്ങളാൽ പല ക്യാൻസർ രോഗികളും അവസാന സ്റ്റേജുകളിലാണ് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തുന്നത്. അപ്പോഴേക്കും രോഗം ഗുരുതരമാവുകയും പലപ്പോഴും മരണമടയുകയും ചെയ്യുന്നു. പല ക്യാൻസറുകളും വളരെ നേരത്തെ കണ്ടെത്തി ചികിത്സ തേടിയാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. ഇത് മുന്നിൽ കണ്ടാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് പൊതുജന പങ്കാളിത്തത്തോടെ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി ജനകീയ ക്യാൻസർ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. ബ്ലോക്ക് തല ഉദ്ഘാടനം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് നിർവഹിച്ചു. മുഴുവൻ ആളുകളും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ താഴെ തലം മുതൽ ആരോഗ്യ സുരക്ഷാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വർത്തിക്കുന്നവരാണ്. അവർക്ക് കഴിയാവുന്നതുപോലെ അവർ ഈ മേഖലയിൽ തങ്ങളുടെ സമയവും തങ്ങളുടെ ശാരീരിക അധ്വാനവും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ ഒരു സാമൂഹിക പ്രവർത്തക പറയുന്നതിനപ്പുറത്തേക്ക് ഗൗരവമായി എടുക്കുന്നതിൽ ചിലരെങ്കിലും താല്പര്യക്കുറവ് കാണിക്കുന്നു എന്നത് പലപ്പോഴായി. വൈസ് പ്രസിഡന്റ് P പ്രശാന്തി അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശ്രീജയൻ, മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു S, ഗീത രാധാകൃഷ്ണൻ, വിവിധ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെ മെഡിക്കൽ ഓഫീസർമാർ, PRO ആഷിൻ ഷാ, HIമാർ, JHIമാർ, PHന്മാർ, JPHന്മാർ, MLA, SP മാർ, ആശാ വർക്കർമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിട്ടുള്ള ജനകീയ ക്യാൻസർ ക്യാമ്പയിൻ ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നതിന് സംസ്ഥാനം നടത്തുന്ന വലിയ ചുവടുവയ്പ്പാണ് എന്ന് പഴയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് KK ഗൗതമൻ ചടങ്ങിൽ വിഷയാവതരണം നടത്തി വ്യക്തമാക്കി. പഴയന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് സ്ത്രീകൾക്ക് രാവിലെ 10 മണി മുതൽ 12 മണി വരെ സ്തനാർബുദം, ഗർഭാശയാർബുദം തുടങ്ങിയവയുടെ ക്യാൻസർ സ്ക്രീനിംഗും നടന്നു. അവിടെ ഫുൾ സ്റ്റോപ്പാണ്, ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല. എന്നാൽ ഇന്നിപ്പോൾ ലങ് ക്യാൻസർ വരെയുള്ള അസുഖങ്ങൾ വളരെ തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായി ഭേദപ്പെടുത്തുവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ക്യാൻസർ ചികിത്സയിൽ കണ്ടമാനം മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തരം സന്ദർഭത്തിൽ നേരത്തെ കണ്ടെത്താനുള്ള ഊർജിതമായിട്ടുള്ള ഒരു പരിശ്രമം സമൂഹത്തിലെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി നടത്തുക എന്നുള്ളതാണ് കേരള ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനത്തിൽ ആശാമാരുടെ പ്രവർത്തനം വളരെയധികം പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ടതാണ്. കാരണം ശൈലി സർവേ പൂർത്തീകരിച്ചിട്ടുള്ളത് അവരാണ്. അതിൻ്റെ ഭാഗമായിട്ട് വിവിധ റിസ്ക് ഫാക്ടറുള്ള ആൾക്കാരെ കണ്ടെത്തിയ ആൾക്കാരെ എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സാ സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരോ ക്യാൻസറിനും ഓരോ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ വയറ് ക്യാൻസർ എടുക്കുകയാണെങ്കിൽ ഷാർപ്പ് ടൂത്ത്, സെപ്സിസ്, സിഫിലിസ്, സ്പൈസസ്, സ്മോക്കിംഗ്, സ്പിരിറ്റ് എന്ന് തുടങ്ങിയ റിസ്ക് ഫാക്ടറുണ്ട്. അതിൽ ഗർഭാശയമുഖ ക്യാൻസർ ആണെങ്കിൽ സ്തനാർബുദമാണെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അത് നേരത്തെ കണ്ടെത്തി മോഡിഫൈ ചെയ്യാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ, ഉദാഹരണത്തിന് പുകവലി നിർത്തൽ ക്ലിനിക്ക്, സ്റ്റോ സ്മോക്കിംഗ് ക്ലിനിക്ക് പരിപാടികളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. CCV ന്യൂസ്, പഴയന്നൂർ.